എനിക്ക് ഈ സിനിമ അടിക്കുന്ന കാര്യത്തിലൊരു സംശയവും ഒരു ഘട്ടത്തിലും ഇല്ലായിരുന്നു. ആദ്യം ഇതിൻ്റെ ഐഡിയ പറയുന്ന പോലെ ഇതിൻ്റെ പ്രോസസ്സിലെല്ലാം ഞാൻ പേഴ്സണലി നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പം എൻ്റെ ഒരു വിശ്വാസം ഇത് അങ്ങനെ മാസീവായിട്ട് ഹിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണേ, ഇത് എന്താണ് അവിടെ ഉണ്ടാവുക, അവരോട് എന്തെങ്കിലും പറയണൂടാ, ഇത് കണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ എന്നുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ എത്തുന്നവരെ ചോദ്യങ്ങളെ. പൊന്നമ്മ ചേച്ചി കിടുക്കി കേട്ടോ, തകർത്തു, പാടം തകർത്തു ചേച്ചി. മൊത്തം എല്ലാവരും, ഞാൻ മാത്രമല്ല, പിന്നെ എൻ്റെ ആ ഒരു കഥാപാത്രം ഇന്നുവരെ കാണാത്ത തരത്തിൽ എന്നെ കണ്ടപ്പോൾ അത് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. ചേട്ടനോ നീ വല്ലാത്ത റെസ്പെക്ട്. രണ്ടാമത്തെ ദിവസം ഉണ്ണിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഷാജഹാൻ പൊളിയാണ് ഞാൻ ശരിക്കും പൊളിയാണ് ഞാൻ ഓക്കെ. അപ്പോഴാണ് ശ്യാം ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞിട്ട് കിട്ടും. Most women in Ashgaran films, I think, ഒരു സ്റ്റീരിയോടൈപ്പ് ഇല്ല. ഇന്നും ഞാൻ പടം കാണുമ്പോൾ പുള്ളിയുടെ അടുത്ത് ഇരുന്നിട്ട് I was watching it like a horror film. ഞാൻ സീൻ വരുമ്പോൾ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് പോലും ഇത്രയും നല്ലൊരു സെറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. Was Shyam said this is first time in Malayalam cinema history a sharpshooter hits the goal. കുത്തേട്ടൻ ആ ടൂത്ത് പിക്ക് വെച്ച് നല്ല നല്ല ഫ്രൂട്ട്സിന്റെ കഷ്ണങ്ങളൊക്കെ കുത്തി എടുത്തു കഴിയും. അങ്ങനെ ഞങ്ങൾ കുത്തേട്ടൻ എന്നാണ്. പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഡയലോഗ്സും പേജ് ഡയലോഗ്സും ഒരുപാട് ആക്ഷനും ജമ്പിങ് അതൊക്കെയായിരുന്നു ആക്ഷൻ ഫിലിം എന്ന ഒരു ധാരണ. അതൊക്കെ മാറ്റി മറിച്ച് ഒരു ലുക്കിൽ പോലും ഒരു ആക്ഷൻ ഫിലിം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പടം ആക്ഷനായി മാറാം എന്നുള്ളത് തെളിയിച്ച ഒരു പടം തന്നെയാണ് ഇത്. அவங்க கோவத்தையும் மொற்ற தரத்தையும் மூட்டை கட்டி வச்சுக்கிட்டு சாப்பிடு மாதிரி சாப்பிட பேசுங்க, பதில் தாங்க வரும். நாளைக்கு நம்ம போகும்போது இதெல்லாம் கொண்டுட்டு போகவா போறோம், சரின்னு சொல்லுங்க. ടീം റൈഫിൾ ക്ലബ്ബാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. തല രണ്ട് ഭാഗത്തേക്കും തിരിച്ചാൽ തീരാത്തത്ര ടീമിനൊപ്പം ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പോൾ പൊന്നമ്മ ചേച്ചിയോടാണ് ആദ്യം ചോദിക്കുന്നത്, ഈ ഒരു ചിയർ ലീഡർ എന്നൊക്കെ പറഞ്ഞ ഒരു ടീമിന് ഈ ഭയങ്കര സർപ്രൈസ്, ഇപ്പം പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് സർപ്രൈസ് എലമെൻ്റുള്ള ക്യാരക്ടറാണ്. എന്നാൽ പോലും ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തതും ഈ സിനിമ ചെയ്തതിന് ശേഷമുള്ളൊരു ഫീലും എന്തായിരുന്നു? ഈ സിനിമ ഞാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. എനിക്കൊരുപാട് സന്തോഷം തന്ന ഒരു നിമിഷങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ ഒരു 10-40 ദിവസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ പടം തിയേറ്ററിൽ വന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട് എൻ്റെ കഥാപാത്രത്തിന് കിട്ടുന്ന ഒരു കയ്യടി, ആ ഒരു നേരിട്ട് നമ്മൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, അഭിമാനം തോന്നി. അതെനിക്ക് തന്ന ആ വേഷം എന്നെ വിളിച്ച് എനിക്ക് തന്ന ആഷിക്കിനോടും അതുപോലെ നമ്മുടെ ദിലീഷ് പോത്തനോടും അതോടൊപ്പം തന്നെ ശ്യാം പുഷ്കറിനോടും എല്ലാ എഴുത്തുകാരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്നിൽ നിന്ന് ആരും അങ്ങനെ ഒരു കഥാപാത്രം പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇപ്പം പടം കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും തിയേറ്ററിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടേതായി ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകർ, വെളിയിലുള്ളവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വിളിച്ചിട്ടും പറഞ്ഞു, പൊന്നമ്മ ചേച്ചി കിടുക്കി കേട്ടോ, തകർത്തു, പാടം തകർത്തു ചേച്ചി. മൊത്തം എല്ലാവരും, ഞാൻ മാത്രമല്ല, പിന്നെ എൻ്റെ ആ ഒരു കഥാപാത്രം ഇന്നുവരെ കാണാത്ത തരത്തിൽ എന്നെ കണ്ടപ്പോൾ അത് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. അപ്പോൾ അത് എന്നെ വിളിച്ചിട്ട് ഒരുപാട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇതൊരു ടോട്ടൽ ഫീൽ ആയിരിക്കുമല്ലോ നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ വാണി വിശ്വനാഥ് എന്നുള്ള ആക്ടറിനെ നമ്മൾ നേരത്തെയും ഈ ഗൺ ഷോട്ടിലും ആക്ഷൻ കൊറിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി വേറൊരു രീതിയിലാണ് റിയൽ കംബാക്ക്. തികച്ചും ആഷിക്കിനെ പുള്ളിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതില് വാണി വിശ്വനാഥ് എന്നുള്ളത് ഒന്നുമില്ല. അവരെന്ത് പറയുന്നു അത് ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളതാണ്.
തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ്. ഞാൻ തോക്കെടുക്കുന്നുണ്ട്, ആക്ഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ഇതുപോലെ ഇതുവരെ തോക്കെടുത്തിട്ടില്ല അല്ലേ? വെയിറ്റ് ആയിട്ടുള്ള ഒരു തോക്ക് എപ്പോഴും പഴയ സിനിമ ഇതുപോലെ അതിന്റെ എന്താ പറയുക ഡമ്മി ചോദിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ റിയൽ ആയിട്ട് എടുത്ത് വാണിച്ചേച്ചി മാത്രം അങ്ങനത്തെ ഒരു ഇതുമില്ല. 6 കിലോ 7 കിലോ ഡെയിലി പിടിച്ചിട്ട് എനിക്കിവിടെ വേദനിക്കുന്നുണ്ടോ, ഇവിടെ മസിൽ വന്നിട്ടുണ്ടോ നോക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വാണിച്ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വാണിച്ചേച്ചി സ്റ്റിൽ നമ്മളൊക്കെ ഒത്തിരി നേരം നിന്ന് ഇത് പരിചയിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ വാണിച്ചേച്ചിയായിരുന്നു ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആള്. ഞാൻ ടേക്ക് ഇറ്റ് ചെയ്തോളാം എന്ന് അത്ര കോൺഫിഡൻസിൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് റൈറ്റ് ടൈമിൽ പക്ഷെ ചേച്ചി മാത്രം എല്ലാവരെക്കാളും കൃത്യമായിട്ട് അത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാനായിരിക്കും ചെയ്യാൻ നന്നായിട്ട്. പക്ഷെ ഇവരൊക്കെ എന്നെ തോൽപ്പിച്ചു എന്ന് വേണം പറയുന്നത്. അവരൊക്കെ അസലായിട്ട് ചെയ്തു, തോക്കെടുത്തു. അല്ല, ആ ഒരു ആക്ഷൻ പാർട്ടൊക്കെ നന്നായിട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. സുരഭി, ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഷൂട്ട് സമയത്ത് ഏറ്റവും കൂടുതൽ റീലും അതിന്റെ കണ്ടന്റ് ഒക്കെ വന്നത് എനിക്കൊന്ന് ആക്ച്വലി ഇതിന്റെ ഒരു ചിയർ ലീഡർ പോലെ ഇപ്പൊ മഹാരാജാസിലാണെങ്കിലും ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് സിനിമയ്ക്ക് പുറത്തുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ സിനിമ എന്താ പേഴ്സണലി? ഈ സിനിമ സത്യത്തിൽ ദിലീഷ് ഏട്ടൻ വിളിച്ചിട്ട് ഒരു 10 ദിവസത്തേക്ക് നിനക്ക് ഡേറ്റ്, ഞങ്ങളുടെ ഇഷ്ടംപോലെ ഡേറ്റ് ആണ്, എത്ര 20 അങ്ങ് കിടക്കുക 20 എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ 40 ദിവസത്തോളം അത് നീണ്ടുപോയി. അപ്പം അവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ധാരണയൊന്നും കഥാപാത്രത്തിനെ കുറിച്ചില്ല. പക്ഷെ ശ്യാമേട്ടനും ബാക്കിയുള്ള എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ധാരണയുമില്ല. പിന്നെ അവിടെ ചെന്നാലൊന്നുമില്ല. ഇത്രയും ആളുകൾ പല പല റൂമുകളിലായിട്ടാണ് ഇരിക്കുന്നത്, പല പല കാറ്റഗറിയിലാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് ഈ സിനിമ ആ 40 ദിവസം നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലെ ഈ 40 ദിവസം ബോറടി, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പം അതിൽ ആദ്യത്തെ സീന് ഞാനും വിഷ്ണു ഒക്കെ ആയിട്ട് എടുക്കുന്ന സീന് ദിലീഷ് ചേട്ടനെ കളിയാക്കിക്കൊണ്ടുള്ള ആയതുകൊണ്ട് അപ്പൊ ടുട്ടുനെ കളിയാക്കുന്ന ഒരു സീനാണ്. ശിക്കാരി ശംഭു കൂട്ടരുത് എങ്ങോട്ടാണ് എന്ന് പറയുന്നത് ആ സീനാണ് എടുക്കുന്നത്. അപ്പൊ ഈ സീനിൽ ഈ ക്യാരക്ടറൊക്കെ അവരുടെ ഒരു സ്വഭാവം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ വലിയ പിടുത്തൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങ് പ്രോത്സാഹന കമ്മിറ്റി ഞാനും വിഷ്ണു അങ്ങ് ഏറ്റെടുത്ത് ആ സീന് അത്രയും ആർട്ടിസ്റ്റുകളുടെ ക്ലോസും ഇതും ഒക്കെ എടുത്ത സമയത്തേക്ക് ഒരു 10-25 ടേക്ക് പോയില്ലേ. ഇത് പല വിധത്തിൽ പറഞ്ഞ ഓരോ ആക്ടേഴ്സിനും ഇത് ക്ലോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ആക്കിയപ്പോ പിന്നെ ആ കഥാപാത്രം മാറുകയായിരുന്നു. അത് മാത്രമല്ല, എല്ലാത്തിനും ചിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ പുള്ളിക്കാരെ കൊണ്ട് നിർത്തും. എന്നിട്ട് ആ ഡയലോഗ് തിരിച്ചു. പിന്നെ നമ്മൾ അത് തിയേറ്റർ ചെയ്തതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പ് പോലെയാണ്. അപ്പൊ ഈ ഒരു ക്യാമ്പ് അവിടെ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരാൾ അതിനൊരു കണക്ട് ചെയ്ത് ഇങ്ങനെ ഇതാക്കണമല്ലോ. ഒരാൾ കണക്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിലെല്ലാവരും ഒരേ ഈഗോയിലേക്ക് എത്തണം. വേറെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കൊല്ലും. ഇപ്പൊ പ്രസ് ക്ലബ്ബിൽ തന്നെ പറയും, ഇപ്പൊ കുറച്ച് കഴിഞ്ഞ ഉണ്ണിമായി പറയും, സുരഭി നീ നിർത്തിയാലേ ഇവർക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ അത് ഒരു എല്ലാ സ്വാതന്ത്ര്യത്തിന് നമുക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എന്തോ ചെറിയ അസുഖമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് പിന്നെ എന്നെ എപ്പോഴും പ്രശ്നമുണ്ട്. എന്നെ ദർശനം കൊണ്ടുപോയിട്ട് എടി നീ ഒരു 5 മിനിറ്റ് നിൽക്ക, റിലാക്സ്. പക്ഷെ അവിടുത്തെ എന്റെ അസിസ്റ്റന്റ് അവളായിരുന്നു, എന്റെ അടിമയായിരുന്നു. അല്ല ഇതിനെ കുറിച്ച് പറയാം. ഈ പറഞ്ഞ സീനൊക്കെ എടുക്കുമ്പോഴേ പല ടേക്കുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മൊത്തത്തിലൊരു 10, 30, 40 ഒക്കെ ടേക്ക് അല്ല പല ഷോട്ടുകൾക്ക് വേണ്ടിയിട്ട് 10, 30 ടേക്കൊക്കെ പോകുന്നുണ്ടാവും. ഈ 30ാമത്തെ ടേക്ക് പോകുമ്പോഴും ഇവർ തരുന്ന ഒരു എനർജി ഉണ്ട്. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് കളിയാക്കിയിട്ട് ഇവർ കൂട്ടത്തോടെ ചിരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചിരിക്കുന്ന സാധനമൊക്കെ ഒരു 3-4 ടേക്ക് ആയാൽ തന്നെ നമ്മൾ ചെയ്യും ആക്ടേഴ്സ്. ആ പഴയ എനർജി അച്ചീവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ 40ാമത്തെ ടേക്കിൽ ഇവർ തരുന്ന ഒരു എനർജി ഉണ്ട്, കളിയാക്കിയിട്ട് എപ്പോൾ ആദ്യമായിട്ട് കളിയാക്കുന്ന പോലെ. അത് ഗംഭീരം. നമുക്കത് ഇപ്പുറത്തേക്കുന്ന ആക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ചിക്കാരി ശംഭുവിന് എന്റെ അപ്പന് വരെ മാറിപ്പോവും. പിന്നെ അപ്പന്റെ അപ്പൻ, അപ്പൂപ്പൻ, അവന്റെ വല്യച്ഛൻ തുടങ്ങി ഇപ്പൊ കേൾക്കുമ്പോ ചളിയാണെങ്കിലും അപ്പൊ ഫ്രഷ് ആയിട്ട്
ഈ എനിക്കൊന്ന് ഈ സിനിമയിൽ ഈ എനർജി കാണാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ അങ്ങനെ ഒരു എനർജി വേണ്ട, ഒരു വാർ മൂഡൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ എനർജി മാത്രമല്ല, എനിക്ക് രസമായിട്ട് തോന്നുന്നത് ഈ സിനിമയ്ക്കകത്തും ഈ ക്ലബിനകത്തെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കളിയാക്കുന്ന ക്യാരക്ടേഴ്സാണ്. അവർക്ക് ഒരു മീറ്റർ വിട്ടിട്ടാ കളിയാക്കല്. ഒരു കുറച്ചും കൂടെ എഡ്ജിൽ അഗ്രസീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്ത് കളിയാക്കുന്ന ഒരു രീതി ഈ പടത്തിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് സെറ്റിൽ ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. ആരുടെയും എന്താ പറയാ എക്സ്പീരിയൻസോ പ്രായം ഒന്നും ഒരു പരിഗണനയ്ക്ക് എടുക്കാതെ ശരിക്കുള്ള പേര് പോലും എനിക്ക് കുറച്ച് പേരൊക്കെ അറിയില്ല. അല്ല, ദർശനൊക്കെ എല്ലാവരും അറിയാം, പക്ഷെ ഇവരൊക്കെ അവരുടെ പേരിലാണ്, ക്യാരക്ടർ പേരിലാണ് ഗോഡ്ജോന്റെ. ഇപ്പോഴും ഞാൻ ഗോഡ്ജോനെ വിഷ്ണു എന്നൊക്കെ പഠിത്തറിഞ്ഞ വിഷ്ണു എന്നാണ് പേര്. പിന്നെ ഈ കുട്ടേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ബഹുമാനല്ലേ, വലിയ സീനിയർ ആർട്ടിസ്റ്റ്. ഭക്ഷണം കഴിക്കും മാത്രം. അങ്ങനെ കളിയാക്കണം എന്നുണ്ടെങ്കിൽ കുട്ടേട്ടൻ ആ ടൂത്ത് പിക്ക് വെച്ച് നല്ല നല്ല ഫ്രൂട്ട്സിന്റെ കഷ്ണങ്ങളൊക്കെ കുത്തി എടുത്ത് കഴിക്കും. അങ്ങനെ ഞങ്ങൾ കുത്തേട്ടൻ എന്നാണ്. ഞങ്ങൾക്ക് പൊട്ടിയ മുന്തിരി അല്ലേ, അറ്റം മുറിഞ്ഞ തണ്ണിമത്തൻ, കണ്ണായ പീസുകൾ കുട്ടേട്ടൻ കഴിക്കും. അവസാനം കുട്ടേട്ടൻ പോയി വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, കുട്ടേട്ടൻ എങ്ങനെ പോയാൽ ശരിയാവില്ല, പലഹാരം കൊണ്ടുവരണം. അത് ആദ്യം കൊണ്ടുവന്നത് ഉണ്ണിമാങ്കോ ആയിരുന്നു. പിന്നെ മാങ്ങ മാറിയപ്പം കുട്ടേട്ടനെ അതേൽപ്പിച്ചു. കുട്ടേട്ടൻ്റെ വീടാണ് അവിടെ തൊട്ടടുത്ത്. കുട്ടേട്ടൻ കോയലപ്പം, മച്ചപ്പം, പിന്നെ ചക്കര വരട്ടി, ഇങ്ങനെയുള്ള ഒരുപാട് പലഹാരങ്ങളായി വന്നു. ഇത് കണ്ടപ്പോൾ രാമസാറിനെ നമ്മൾ പിരികേറ്റും. രാമസാർ കുട്ടേട്ടൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോ രാമസാർ ഒട്ടും അങ്ങ് പ്രൊഡ്യൂസറാണ്, പണക്കാരനാണ്, അത്രയും ഇഷ്ടം പോലെ കാറുള്ളവനാണ്, അങ്ങ് കാറ് നിറയെ കൊണ്ടുവരണം. പിന്നീട് രാമസാർ വീട്ടിൽ പോയി വരുമ്പോ, സുരഭി ഞാൻ എന്തോ കൊണ്ടുവരേണ്ടത്, എല്ലാം കൊണ്ടുവരണം. ചുരുട്ട് വേണോ, തോട്ട വേണോ, ഐസ്ക്രീം കൊണ്ടുവന്നു, അങ്ങനെ ഇഷ്ടം പോലെ പലഹാരങ്ങൾ കൊണ്ടുവരും. അപ്പോഴാണ് സുരേഷ് കൃഷ്ണയ്ക്ക് കൊതി. വീട്ടിൽ പോയപ്പോ സുരഭി എന്തുകൊണ്ടോ, അപ്പൊ തൃപ്പൂണിത്തറയിൽ കിട്ടുന്ന 230 ജിലേബിയും 248 ലഡുവും പിന്നെ ഒരു 3 പാക്കറ്റ് മിക്സറും ഒക്കെ അല്ലേ കൊണ്ടുവന്നത്. അത്രയും സാധനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഒരു പലഹാരങ്ങളുടെ രാജകുമാരന്മാരാവാൻ ഇവർ 3 പേരും തമ്മിൽ മത്സരിക്കും. ഇപ്പൊ ഈ 230 ലഡു വരണമെന്ന് പറഞ്ഞാൽ 230 പേരുണ്ട് സെറ്റില്. അല്ലാതെ അല്ല നമ്പർ അല്ല, അപ്പൊ ആ ലാസ്റ്റ് പേഴ്സൺ വരെ അത് എത്തും. ആ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ സുരഭി അത്രയും പേരിൽ എത്തിച്ചതുകൊണ്ടാണ്, അത്രയും പേരിൽ എത്തും. അത് സുരഭിയുടെ ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയാണ്. ഞാനൊരു യേശുദേവനായിരുന്നു. അതെ, ആ അപ്പത്തിന്റെ കഥ അറിയില്ല, ക്രിസ്മസിന്റെ ടൈം അല്ലേ, യേശുദേവനെ കളിയാക്കരുത് കേട്ടോ. ഉണ്ണിമായ ഇതില് ഇപ്പൊ നേരത്തെയും അങ്ങനെ ഒരു ഇപ്പൊ ജോജി പോലത്തെ ഒരു സിനിമയിൽ ഇവിടെ ഇതിൽ വരുന്ന സമയത്ത്, ഇതിലൊരു ത്രൂ ഔട്ട് ഇത് വരുന്ന സമയത്ത് ഇത് ഒരു നോർമൽ ക്യാരക്ടർ അല്ല നേരത്തെ ചെയ്ത പോലെ. പിന്നെ ഇതൊരു ആക്ഷൻ സീക്വൻസ് ആണല്ലോ, ഒരു വെൽ കൊറിയോഗ്രാഫ്ഡ് ആക്ഷനിലേക്കാണല്ലോ എല്ലാവരും ഒരു മൊമെന്റ് കഴിഞ്ഞാൽ പോകുന്നത്. ഈ ഷൂട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഷൂട്ടിന്റെ ഒരു പ്രിപ്പറേഷൻ, സ്റ്റൈലിങ്, അല്ലെങ്കിൽ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞു. അതിനപ്പുറത്ത് എന്താണ് ഈ ക്യാരക്ടറും സിനിമയും പേഴ്സണലി വളരെ ബാക്ക് ടു ഹോം പടമാണ്. അതെ, ബാക്ക് ടു ഹോം പടമാണ്. ഈ പടത്തിനൊപ്പം നമ്മൾ സഞ്ചരിച്ചു പോരുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ടു ട്രാവൽ വിത്ത് ദാറ്റ് മൂവി, എന്താണോ ആ ടീമിനൊപ്പം ട്രാവൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സിസ്ലി. ഇപ്പോൾ പടം കണ്ട് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ ആലോചിക്കുന്നു ഇപ്പൊ എനിക്കൊന്ന് രാജപാളയം രാജപാളയം അല്ല, അത് ഒരു ഹൗണ്ടാണ്. വാട്ട് ഹൗണ്ട് ഇറ്റ് വാസ്? മുതോൾ ഹൗണ്ട്. ഇത്രയും സീക്വൻസില് ഇപ്പം ഇത് ഷൂട്ടിൽ തന്നെ അത്രയും സീക്വൻസിൽ അത് ടേബിൾ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ ഈ ബ്രീഡിൽപ്പെട്ട ആളുകൾ ഈ സമയത്ത് ഇതിനകത്തുണ്ട് എന്നുള്ളത് അല്ല, ആ പട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ചെന്നപ്പോ മുതൽ ഉണ്ടായിരുന്നു. എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവരെ ഒന്ന് ബിഫ്രണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന ദിവസം മുതൽ ഈ പട്ടികളുമായിട്ട് കളിക്കുന്നു. 2 കുഞ്ഞു പട്ടികളും ഉണ്ടായിരുന്നു, 2 വലിയ പട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, വലിയ പട്ടികളും ഉണ്ടായിരുന്നു. ഈ പടത്തിലെ പേര് റൂബി എന്നും ജിമ്മി എന്നാണെങ്കിലും ശിവാനിയും ശിവനും ആ പട്ടികൾ 2 പേരും, ശിവൻ ആൻഡ് ശിവാനി. അപ്പൊ എനിക്ക് അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പട്ടികളുമായിട്ട് സെറ്റ് മുഴുവൻ നടക്കുകയായിരുന്നു. എനിക്ക് ശിവാനിയോട് കുറച്ച് ഫേവറേറ്റ്
പരിപാടി കൂടുതലായിരുന്നു ശിവനേക്കാളും. അതുകൊണ്ട് ശിവാനിയെ എനിക്ക് തരും എന്നാണ് വിചാരിച്ചത്. ബട്ട് നടന്നില്ല. ആ സമയത്ത് ശിവാനിയുടെ കാലിനൊരു ഇഞ്ചുറി പറ്റിയിട്ട് ഷൂട്ടിന്റെ സമയത്ത് കറക്റ്റായിട്ട് എനിക്ക് ശിവയെ തന്നു. ശിവയായിട്ട് എനിക്ക് അത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു. ദെൻ ശിവയായിട്ടും കുറച്ചുകൂടെ ഫ്രണ്ടായി മാറി. പട്ടികളെ വായിച്ച് നടന്നിട്ട് ഞാൻ വിളിച്ച വരുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതില് എനിക്കൊന്ന് ഒരുപാട് സ്പോയിലർ സ്വഭാവത്തിൽ പറയില്ലെങ്കിലും ഇപ്പോ ട്രെയിലറിൽ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആവുന്ന ക്യാരക്ടർ വിനീതേട്ടന്റെ ആണ്. ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടറിനെയൊക്കെ ആലോചിച്ചെടുക്കാൻ പറ്റുന്ന റോള് പോലെയൊക്കെ ഒരു സംഗതിയാണ്. ഇതിപ്പോ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ അതിന്റെ ഫണ്ണൊക്കെ കണ്ട് ഇതാരാണ് ആ സമയത്ത് ഞാനേലും ഇങ്ങനെ ഒരു കഥ പറഞ്ഞ ആക്ടർ എന്നൊക്കെ തോന്നുമല്ലോ. എന്താണ് ഈ റോളും ക്യാരക്ടറും സിനിമയും? ഞാൻ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ആഷിഖിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് ആഷിഖിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആഷിഖ് ആ കാലഘട്ടങ്ങളിലുള്ള ചില ആക്ടേഴ്സിനെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സ്വഭാവത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ളതാണ്. കാരണം ഇതിന്റെ പേര് പറഞ്ഞിരുന്നു അങ്ങനെ 1-2 ആക്ടറുടെ പേരുകൾ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ. അപ്പോ ആക്ച്വലി സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒരു ആക്ടറിനെ മനസ്സിൽ വെച്ചിട്ടായിരുന്നില്ല. പക്ഷെ അതിന്ന് ഓർഗാനിക്കായിട്ട് ചില ആക്ടേഴ്സിന്റെ സ്വഭാവത്തിലേക്ക് അതിങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി ഈ സിനിമ റൈഫിൾ ക്ലബ്ബ് ഒരിക്കലും നമുക്ക് ഒരു കഥ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കഥ പറഞ്ഞു തരാനുള്ള ഇതല്ല. ഒരു സിംഗിൾ പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സിലൂടെ പോകുന്ന ഒരു സിനിമയല്ലേ. അപ്പോൾ ശരിക്കും അവിടെ ശ്യാം പിന്നെ സുഹാസും ദിലീഷും ഒക്കെ എപ്പോഴും സെറ്റിലുണ്ട്. അപ്പോൾ ആഷിഖും ഇവരുടെ ഒരു എന്താ പറയുക ഒരു കൊളാബറേഷൻ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എല്ലാ ആക്ടേഴ്സിനെയും മോൾഡ് ചെയ്ത് അത് ഓക്കെയാണോ. അപ്പൊ എന്റെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. ഞാനത് ഓടി ആഷിഖിന്റെ അടുത്ത് ആദ്യം നോക്കും. അപ്പൊ ആഷിഖിനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മോണിറ്ററിൽ വന്നിട്ട് ആ ഷോട്ട് കണ്ട മുഖത്ത് വരുന്ന ആ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാവും ആഷിഖിന് ഓക്കെയാണ്. പിന്നെ ഞാൻ ശ്യാമിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിലും ഞാൻ അതിങ്ങനെ കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ്. അത് കൃത്യമായിട്ട് എനിക്ക് രണ്ടാമത്തെ ദിവസം ഉണ്ണിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഷാജഹാൻ പൊളിയാണ് കേട്ടോ. ഞാൻ ഓക്കെ ശരിക്കും പൊളിയാണ്. ഞാൻ ഓക്കെ. അപ്പോഴാണ് ശ്യാം ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞിട്ട് കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെറ്റിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ നെയിമിലാണ് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്ന ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി തൊട്ട് എല്ലാവരും വിളിക്കുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഭയങ്കര രസകരമായിട്ടാണ് അത് ശരിക്കും സ്ക്രീനിൽ കാണാം. നമുക്ക് ഓരോ ക്യാരക്ടറിനും ഒരു ഹൈ പോയിന്റ് ഉണ്ട്. ആ ഹൈ പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് ഓഡിയൻസിനും കിട്ടുന്നുണ്ട്. ആ ഹൈ അത് വർക്കായാൽ സിനിമ വർക്കാണ്. അപ്പൊ ആ രീതിയിൽ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്. കാരണം ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ടോട്ടലി അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് പേര് വിളിച്ചു പറയുമ്പോൾ വർക്കായിരുന്നു. ശരിക്കും നിങ്ങളാണല്ലോ ഈ യൂണിവേഴ്സ്. ഇപ്പം വിനീതേട്ടൻ, യാസ്ബായ്, റംസാൻ ഇവരാണല്ലോ ഈ യൂണിവേഴ്സിന് പുറത്തുനിന്ന് ഇതിലേക്ക് വരുന്നത്. യാസ്ബായ്ക്ക് എങ്ങനെയായിരുന്നു ഈ പടം? നേരത്തെ ഇതുപോലെ റോൾ അല്ലല്ലോ ചെയ്തിരുന്നത്. പിന്നെ നിങ്ങളൊരു പെയർ അല്ലെങ്കിൽ ഒരു ടീം പോലെയാണല്ലോ. അതെ ഇത് എന്നെ വിളിക്കുന്നത് പറയുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ മിലിന്താണ്. മിലിന്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ആദ്യം ആഷിഖിന്റെ പടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതെന്തെങ്കിലും കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറേ വർഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ വിളി വന്നപ്പോൾ ഞാൻ വെച്ചിട്ട് വല്ല ആരെങ്കിലും വല്ല പ്രാങ്കായിട്ട് വിളിക്കുന്നതാണോ എന്ന് വെച്ച് പിന്നെ രണ്ടാമത് വെച്ചത് നിങ്ങൾ ചുമ്മാ വിളിക്കാൻ ഇല്ലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് കൺഫേം ആക്കിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മിലിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ വിനീതാണ് പിന്നെ നിങ്ങൾ ബ്രദേഴ്സാണ്. അപ്പോൾ എനിക്ക് ക്ലിക്കായി. കാരണം ഞങ്ങളെ രണ്ടുപേരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ആ സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണെന്നുള്ളത്. പിന്നെ ഒരു കണ്ണൂർ കാസർഗോഡ് ഏരിയയിലുള്ള ഒരു 2 ബ്രദേഴ്സ് മുസ്ലിം കുടുംബത്തിൽ. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജൊക്കെ അങ്ങനെ കണ്ണൂർ ആ ഒരു സ്ലാങ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ എൻ്റെ ബ്രദറിനെ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആസ് ആൻ ആക്ടർ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കുന്നുള്ളൂ. പിന്നെ ഈ ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അല്ലാത്തൊരു ബാക്ക് സ്റ്റോറി എനിക്ക് കിട്ടിയതും അത് നമ്മളുടെ പെർഫോമൻസിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യും. ആ രീതിയിൽ ശരിക്കും അനിയനെ ഹീറോ ആക്കാനും സിനിമയിലേക്ക് ഇതാക്കാനും ആഗ്രഹിക്കുന്ന എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയ ഒരാളായിട്ടാണ് ആ ആഗ്രഹവും എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത്. ഷാജഹാൻ മുന്നിലേക്ക് വരണം എന്നുള്ളത് രാപ്പാടിയുടെയും ചേട്ടന്റെ ആഗ്രഹമാണ്.
അതുകൊണ്ടാണ് ഈ പറഞ്ഞ റൊമാൻറ്റിക് ഹീറോ അയാൾ സക്സസ്ഫുൾ ആണ്. സ്റ്റിൽ അയാളുടെ ആ കരിയർ ഒന്ന് മാറ്റി പിടിക്കണം, കാരണം അപ്പുറത്ത് മമ്മൂക്ക മൃഗയായിട്ട് വരുന്നു. നീ ഇതിനകത്ത് ഷാജഹാനെ വെച്ചിട്ട് പടം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഷാമോനെ എന്ന് വിളിക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി ഉണ്ടാവില്ല. കാരണം ഞങ്ങളൊരു 4-5 പടം ചെയ്തു. ഇതെല്ലാം പഴയകാല പ്രണയ കഥകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒന്നല്ലെങ്കിൽ നായകനും നായികയും ഒരുമിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ നായകൻ മരിക്കുന്നു, നായിക മരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദുരന്ത പര്യവസാനിയായ സിനിമകൾ ഞാൻ എടുത്തത് അത് 4-5 എല്ലാം സൂപ്പർ ഹിറ്റാണ്. അപ്പോഴാണ് പെട്ടെന്ന് മൃഗയ പോലത്തെ ഒരു പടം വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ചേട്ടാ ഇതാണോ ഇനി അടുത്ത പരിപാടി എന്ന് തോന്നിയിട്ട് അതൊന്ന് മാറ്റി ചെയ്യണം എന്ന് വെച്ചിട്ടാണ് രാപ്പാടി ഫിലിംസിന്റെ അടുത്ത പടം എന്നുള്ള രീതിയിൽ ഏറ്റവും രസകരമായ കാര്യം ഈ സിനിമയിൽ നോർമൽ ആയിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അല്ലാത്ത ആളുകൾ അബ്നോർമൽ ആയിട്ടാണ് പോകുന്നത്. എവല്യൂഷൻ സംഭവിച്ചു ഷാജഹാൻ സാർ. പിന്നെ റംസാനോട് ഞാൻ നിങ്ങൾ ഒരു ബാച്ചിൽ നിന്ന് വരുന്ന കസിൻ ട്രാക്കിലേക്ക് വന്നിരിക്കുന്ന ഈ ബാച്ചിൽ താരതമ്യേന പുതിയ ആളുകൾ, പുതിയ എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. അതെ അതെ. എന്താണ് ഈ സിനിമ തിയേറ്റർ കണ്ട് കൂടി കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ സംസാരിക്കുന്നത്? അതെ തീർച്ചയായിട്ടും. ഞാൻ ഇതിനു മുന്നേ ചെയ്തത് ഭീഷ്മപർവ്വം ആയിരുന്നു. അപ്പം അതിനുശേഷം നമുക്ക് ഓരോ ഈ പറയുന്ന നല്ലൊരു എവല്യൂഷൻ ഉണ്ടാവുമല്ലോ. അതുപോലെ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വന്നൊരു തീരുമാനമാണ് ഇനി ചെയ്യുന്ന സിനിമയിൽ എപ്പോഴും നല്ലൊരു ഡയറക്ടറിൻ്റെ കൂടെ, അത് എത്രയും ചെറിയ വേഷമാണെങ്കിൽ പോലും നല്ല ഡയറക്ടർ നല്ല ക്രൂവിൻ്റെ കൂടെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിന് വളരുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. സോ അങ്ങനെ ഞാനൊരു 2.5-3 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് റൈഫിൾ ക്ലബ്ബ് എനിക്ക് സംഭവിക്കുന്നത്. പിന്നെ റംസാന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭീഷ്മപർവ്വത്തിൽ റംസാന് ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് മാറി ഒരു നായിക വേണം, റംസാൻ അതല്ലാന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഓക്കെ. അല്ല കൊറിയോഗ്രാഫി മാറിയിട്ടുണ്ട്. കൊറിയോഗ്രാഫി മാറി. അതിൽ എനിക്ക് പോലും അറിയില്ലായിരുന്നു ആക്ച്വലി ഞാൻ അങ്ങനെയായിരുന്നു എന്ന്. അത് അമലേട്ടൻ ഇട്ട് തന്ന പരിപാടിയാണ്. സോ ഇതിനകത്ത് ഈ പറയുന്ന പോലെ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, ഓക്കെ ഒരു ഡാൻസർ അല്ലാത്ത രീതിയിൽ എന്നെ പോർട്രേ ചെയ്യുന്നൊരു പടത്തിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആഷിക്കേട്ടൻ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് നീ ഇതിനകത്ത് ആദ്യമേ ഒരു ഡാൻസ് ഉണ്ട്, അതും പഴയ കാലഘട്ടമാണ്. പക്ഷെ എനിക്ക് ഇതിന് നോ പറയാൻ ഒട്ടും തോന്നില്ല. കാരണം എൻ്റെ ക്യാരക്ടർ കുറച്ച് ഈ പറയുന്ന പോലെ മോർ ദാൻ പെർഫോമൻസ് ഇവരുടെ കൂടെ കുറച്ച് മിങ്കിൾ ചെയ്ത് ചെറിയ കുറച്ച് പരിപാടികളും ഒരു ആസ് എൻ ആക്ടർ കുറച്ചുകൂടി എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് ഫൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് തോന്നി. അങ്ങനെയാണ് പടത്തിനകത്തേക്ക് ഇന്നാവുന്നത് ഓഡിഷൻ വഴി. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ 40 ദിവസം ഒരുമിച്ച് നിന്ന് ഇവർ ചെയ്യുന്നത് കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡുള്ളവർ ചെയ്യുന്നത് കണ്ടുപിടിക്കുക. കാരണം രാവിലെ 6 മണിക്ക് എണീറ്റ് പോവുക, റെഡി ആവുക, ചിലപ്പോൾ അന്ന് ഷോട്ട് പോലും ഉണ്ടാവില്ല എനിക്ക്. പക്ഷെ എന്നിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അവരുടെ പരിപാടി നിൽക്കാം. അല്ല അത് ഇടയ്ക്ക് അല്ല ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെറുതായിട്ട്. അല്ല ആ എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇത്രയും സീനിയർ മോസ്റ്റ് ആക്ടേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ സന്തോഷം ഇപ്പോൾ സിനിമ കണ്ട് കഴിഞ്ഞതിൻ്റെ ഒരു ത്രില്ലൊക്കെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു ആഷിഖ് ഓഫ് കോഴ്സ്. എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. എനിക്ക് ഒബ്വിയസ്ലി ഈ ഡയറക്ടറിൻ്റെ ഈ ഒരു ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഒരു ഓഫർ വന്നു, അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് മിഖായൽ ഫിലിപ്സ് ഒക്കെ ആയിരുന്നു. അതിലൊക്കെ എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഇതിൽ നിന്നൊന്നും വന്നിട്ടില്ല. എനിക്ക് കരാട്ടെ, സ്കേറ്റിംഗ്, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ മൂവിക്ക് വേണ്ടി പഠിക്കേണ്ടി വരികയാണ് ചെയ്തത്. അപ്പം ഡാൻസിൻ്റെ ഒരു സാധനം വന്നപ്പം ഐ വാസ് വെരി ഹാപ്പി. ഞാനാണെങ്കിലും എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ ഇറങ്ങി. അതിനകത്ത് ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് വീട്ടിൽ കൂടെ ഞാൻ ഇങ്ങനെ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടൊക്കെ നടക്കായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇയേഴ്സ് ലേറ്റർ എനിക്കിങ്ങനെ ഒരു അതേ ഡയറക്ടറിൻ്റെ ഒരു മൂവിയിൽ ഒരു സോങ് ഒക്കെ കിട്ടും, അതേപോലെ തന്നെ ഒരു ക്യാരക്ടറും ഉണ്ട്. സോ ഐ വാസ് വെരി ഹാപ്പി. പിന്നെ ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, അതിൻ്റെയൊക്കെ സന്തോഷം. ദർശന ശരിക്കും ഇതില് ഒരു അവസാന ഘട്ടത്തിൽ വന്നതാണ്. ഇനീഷ്യൽ കാസ്റ്റിൽ ഇനീഷ്യൽ പ്ലാനിൽ ഇല്ലാതെ വന്നു. പക്ഷെ മറ്റേ നാത്തൂൻ പോലും എന്നൊക്കെയുള്ള വൺ ലൈനിലൊക്കെ എത്തുമ്പോഴേക്ക് ഒരു പാക്ഡ് സിനിമയുടെ ഭാഗമാവുകയും ചെയ്തല്ലേ. എന്താണ് റൈഫിൾ ക്ലബ് ഫാമിലി ആണല്ലോ. പടം കണ്ടു, അനൗൺസ്മെന്റ് കണ്ട് എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ വേറൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, യു ഹാവ് ടു കം ഫില്ലപ്പ് എന്നുള്ളതിൽ ഓടി വന്ന് ആദ്യം വരുന്നത് ആ ഡിന്നർ സീക്വൻസ്. അതൊക്കെ സെറ്റപ്പ് ചെയ്ത് എല്ലാവരും പൊസിഷനിൽ ഇരിക്കുന്നു. ഞാൻ വന്ന് എങ്ങനെയൊക്കെയോ ഒരു കോസ്റ്റ്യൂമിൽ കയറി കഥ പറയുന്നു. അങ്ങനെ ഒരു ഹീ സിറ്റിംഗ് നെക്സ്റ്റ് മീ, ഞാനാണ് ഭർത്താവ്, അങ്ങനത്തെ ഒരു ലെവലിലാണ് ഞാൻ മൊത്തം എല്ലാവരും കണ്ട്. ബട്ട്
ഐ തിങ്ക് ദ ബെസ്റ്റ് പാർട്ട് എനിക്ക് ഈ പടത്തിൽ നിന്ന് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് ദിസ് ഓൺസോമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് പലപ്പോഴും കിട്ടാറില്ലല്ലോ അങ്ങനെ ഒരു ഇറ്റ്സ് എ ടീം ആൻഡ് എല്ലാവർക്കും അവരുടെ ആ ഒരു സ്പേസ് ഉണ്ട്. ആൻഡ് ദാറ്റ് അത് ഭയങ്കര രസമാണ്. എനിക്ക് ആ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഫോർ മീ ആൻഡ് ആഷിഖേട്ടൻ്റെ ലൈക്ക് മോസ്റ്റ് വിമൻ ഇൻ ആഷിഖേട്ടൻസ് ഫിലിംസ് ഐ തിങ്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇല്ല, അല്ലെങ്കിൽ പോസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് ഫ്രഷ്, ഇറ്റ്സ് ഐ മീൻ കൊഞ്ഞനം കുത്തുന്ന ഓപ്പണിംഗ് ഷോട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേറെ സ്ഥലത്ത് കിട്ടാറില്ല. സോ ഇറ്റ്സ് എ പ്ലെഷർ ദാറ്റ് ഐ എം ജസ്റ്റ് വെരി ഗ്ലാഡ് ദാറ്റ് ദിസ് ഹാപ്പൻ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പകർത്തി. സെന്നയുടെ എനിക്ക് ആദ്യ പടം കഴിഞ്ഞിട്ട് ഒരു വലിയൊരു മറ്റേ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരാൾ അനുരാഗ് കശ്യപാണ്. ലൈഫിൽ ഒരിക്കലും അങ്ങനെ ഒരു ഓൺ സ്ക്രീൻ അല്ലേ? Actually, this is my 40th film as an actor. അല്ല ഞാൻ I think it was sometime in March, early this year. Milind, he called me, and പുള്ളിയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. He called me and he said he's the casting director for Ashiq Kabu. And അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് കോൾസ് ഫ്രം കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ബിക്കോസ് ഞാൻ കാസർഗോഡ് നിന്നാണ് പടം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിനിമയുടെ ആക്ടർമാരുടെ നമ്പറൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്. സോ ഐ തോട്ട് ഓക്കെ ഹീസ് കോളിംഗ് മീ ടു ഗെറ്റ് സംബഡീസ് നമ്പർ എന്ന്. ഐ ആൻസർ ദ കോൾ. പുള്ളി പറഞ്ഞു അല്ല നിങ്ങളാണ് വേണ്ടത്. ഐ തോട്ട് ഐ വാസ് ജോക്കിങ്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എൻ്റെ പടങ്ങളുണ്ടല്ലോ, ഞാൻ എന്തിനാ പടത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഈ പടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന്. ഐ തോട്ട് ഇറ്റ് വാസ് സം സ്മോൾ ഫിലിം. So then I said no, I'm not interested. Then I hung up before. ഇല്ല അപ്പോൾ അറിഞ്ഞില്ല. Then he called me next day, but this time like first time he came empty handed. This time he's like flashing some candies in front of me. അതില് ആഷിഖ് കപൂർ ഡയറക്ഷനും DOPയും ശ്യാം പുഷ്കറാണ് എഴുത്ത്, സുഹാസ് ദിലീഷ് ഒക്കെ. ആൻഡ് ദെൻ ഹി സെഡ് ദിലീഷ് പോത്തൻ, അങ്ങനെ എല്ലാ ആൾക്കാരുടെ പേര് പറഞ്ഞു. ദെൻ അതിൽ അനുരാഗ് കശ്യപ് കൂടി ഉണ്ട്. യു ആർ ആക്ടിങ് ആസ് ഹിസ് ബ്രദർ. അപ്പോഴാണ് that's when I found out like the magnitude of the film. അപ്പോൾ അന്നാലും എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ധൈര്യം അന്നും ഇല്ല ഇന്നും ഇല്ല. ഐ മീൻ ബട്ട് ലൈക്ക് ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ on the other side of my brain ഒരു ഗ്രീഡിനെസ് വരാൻ തുടങ്ങി. അയ്യോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ല, അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കാനും മനസ്സില്ല. സോ ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. സോ ഐ ടോൾഡ് മിലിൻ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ വരാം, വന്നിട്ട് നമുക്ക് നോക്കാം. ഫോണിൽ ഞാൻ നോ പറയുന്നില്ല, അവിടെ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ നോ പറയും. I come there, ഞാൻ 2 ദിവസം നേരത്തെ വരാമെന്ന് പറഞ്ഞു. വന്നു, they put costume around me, they gave me a shotgun. They said okay ഹോട്ടലിൽ പോയിക്കോ, നാളെ മുതൽ ഷൂട്ട് വന്നു. നെക്സ്റ്റ് തിങ് I know is 20 ദിവസം അവിടെ. They shot. I was stuck in that place for 20 days. But like I said, I mean I'm a firm believer of destiny, and I don't know why I'm in this chair with all this fabulous actors, but yeah, as an actor especially, and I mean what's meant to happen will happen. So adana I believe. So honestly speaking, I have had nightmares even after shoots. ഒക്കെ എങ്ങനെയായിരിക്കും ഇന്നും ഞാൻ പടം കാണുമ്പോൾ പുള്ളിയുടെ അടുത്ത് ഇരുന്നിട്ട് I was watching it like a horror film. ഞാൻ സീൻ വരുമ്പോൾ I am still very nervous. എന്നോട് പറഞ്ഞു അത് ഇപ്പൊ ആക്ടേഴ്സിന്റെ ടെൻഷൻ മനസ്സിലായില്ലേ. ഡയറക്ടർ ആണെന്ന് അറിയാതെ ഞാൻ ഒരു ദിവസം ക്ലാസ് കൊടുത്തു. അല്ല അഭിനയം എങ്ങനെയാണ് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറച്ച് കാലടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അതെ ഒരു ഡയലോഗ് സീൻ ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും കൂടുതൽ ടേക്സ് പോയത്. എന്റെ ക്ലാസ് കൊടുക്കും. പിന്നെ എനിക്ക് 6 ഫിലിം മേക്കേഴ്സ് അഭിനയിച്ചൊരു സിനിമയാണ്. ഇത്രയധികം ഫിലിം മേക്കേഴ്സ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഷണ്ണ, നടേഷ്, അനുരാഗ്, Rafi sir. Yes. Nadesh, what's your takeaway? Sorry. What's your takeaway from this film? I don't know. So Dilesh called me and said there is one character and we are shooting in hill station. So come with your wife. We are shooting for 20 days. Thankfully I came alone. It was 35 degrees. We are sweating. What I'm supposed to do with wife. And then another was Shyam said this is first time in Malayalam cinema history a sharpshooter hits the goal. So I want to create that history. So I'm here.
കിരണിന്റെ രാപ്പാടി അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞ അവിടെ റൈഫിൾ ക്ലബ്ബിൽ ഭയങ്കര വിയേർഡ് ആളുകളുണ്ട്. അതിലല്ലാതെ വരുന്ന ആളുകളിൽ ഏറ്റവും വിയേർഡായിട്ട് നമുക്ക് തോന്നുന്ന സംസാരത്തിലേക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ക്രൂഷ്യൽ മൊമെന്റിലൊക്കെ എല്ലാത്തരം ഫണ്ടും ഡയലോഗ് ഇല്ലാതെയൊക്കെ വരുന്ന ഒരു ക്യാരക്ടറാണല്ലോ. ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ പല ക്യാരക്ടറിന്റെ പേരിലും കിരണിന്റെ മെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ ചെയ്ത ക്യാരക്ടറൊക്കെ വെച്ചിട്ട്. ഈ സിനിമ ചെയ്യുമ്പോഴുള്ളൊരു ചെയ്തു തുടങ്ങിയപ്പോഴും തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നി എന്താണ്? തിയേറ്ററിൽ അല്ല, എനിക്ക് ഇതിനകത്ത് ഞാൻ ചെയ്യുമ്പം ദിലീഷ് ചേട്ടനോടൊക്കെ ചോദിക്കുമായിരുന്നു, എസ്പെഷ്യലി നമ്മുടെ ആ ഡൈനിങ് ടേബിൾ സീക്വൻസിലൊക്കെ, ചേട്ടാ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാവുന്നുണ്ടോ? അപ്പോൾ പുള്ളി ഞാൻ കുഴപ്പമില്ലടാ നന്നായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ഒരു ഹ്യൂമറാക്കാൻ നമ്മളൊരു ചെറിയൊരു എഫേർട്ട് എടുക്കുന്നു. പക്ഷെ അത് തിയേറ്ററിൽ അത് വർക്കാവോ ഇല്ലയോ എന്ന് അറിയില്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിരികൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഒരു ക്യാരക്ടർ ഒരു രസമുള്ളൊരു സംഭവം കിട്ടുന്ന ആദ്യമായിട്ടായിരുന്നു. കുറച്ചുകൂടെ എന്താ പറയാ, ഞാന് പുള്ളി എനിക്ക് ഒരു ദിവസം 2 ദിവസം മുന്നേ പുള്ളി എനിക്ക് അതിൻ്റെ ഇത് അയച്ചു തന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശ്യാം പറഞ്ഞു ഇതാണ് നീ വായിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെ വായിക്കണം എന്നൊക്കെ ഉള്ളത് തന്നെ അവര് തന്നെയാണ് പറഞ്ഞു തന്നെ. അല്ല, കിരൺ ബ്യൂട്ടിഫുള്ളി വന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. പല ഓപ്ഷൻസ് ഞാൻ കിരൺ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് മുന്നേ ഞാൻ ഓഡിഷൻ സ്റ്റാർ ആയിരുന്നു. ഞാനന്ന് ഒരുപാട് ഓഡിഷൻസിന് പോയിട്ടുണ്ട്. ഈവൻ മഹേഷിന്റെ പ്രതികാരം അതിനൊക്കെ പോയിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ. കിരൺ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് എപ്പോഴും കിരണിൻ്റെ അടുത്ത് ഐ ഹവ് സീൻ കിരൺ പേഴ്സണലി കമ്മിങ് ആൻഡ് ഡിസ്കസിങ് ലൈക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഈ തലയിൽ ഈ പൂ വെക്കട്ടെ എന്നുള്ള രാപ്പാടിയുടെ സജഷനൊക്കെ ഹി ഓൺലി ബ്രിങ്സ് ഇൻ ദാറ്റ് ടേബിൾ. അപ്പം അത്രയും തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് കിരൺ. അത് പലർക്കും അറിയില്ല. ബട്ട് അങ്ങനത്തെ പ്രോമിസിങ് ഫേസ് ഉണ്ട് പുള്ളിക്ക്. അക്രമ നിപുണവും അല്ല, അത് റൈറ്റേഴ്സ് എഴുതിയത് നമ്മളതുപോലെ രക്തരൂക്ഷിതവും അക്രമ നിപുണവും. തിരിച്ചാണ് പറയുന്നത്. ദിലീഷ് മോഹൻ എനിക്ക് പേഴ്സണലി ആക്ടർ, ഇപ്പം ഓ ബേബി ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയാവുന്ന പെർഫോമൻസ് ആയിരുന്നു ഇതിലേത് ദിലീഷിന്റെ. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മള് റോപ്പിലെ സീനിന്റെ കാര്യം ഡീറ്റെയിലി പറയാൻ പറ്റില്ല, കാരണം അത് തിയേറ്ററിൽ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളൊരു KGF-ന്റെ ഒക്കെ ഒരു മോട്ടോർ ഗൺ വയറിങ്ങിന്റെ മോഡൽ ഹൈ ആയിരുന്നു കിട്ടുന്നത്. ഒരു ഭയങ്കര തിയേറ്റർ ഹൈ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ. ഈ ശിക്കാരി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എലിവേഷൻ ഒക്കെ ഉള്ള ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പേഴ്സണലി ആസ് എൻ ആക്ടർ വെച്ചാൽ ആഷിഖിന്റെ ക്യാമ്പിൽ ചീഫായിട്ട് അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആളാണ്. മഹേഷിന്റെ പ്രതികാരത്തിൽ ആഷിഖ് പ്രൊഡ്യൂസർ. ഇത് ആഷിഖിന്റെ ക്യാമറ കണ്ണിന് മുന്നിലാണല്ലോ നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ടോട്ടലി റൈഫിൾ ക്ലബ്ബ് ആ നിലയ്ക്കൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളുടെ മറ്റേ കുടുംബ സിനിമയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലൈഫിൽ ഒരു ക്യാരക്ടർ ലഭിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ഈ സെക്രട്ടറി അവറാൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് കിട്ടുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ക്യാമ്പിനകത്തും കൂടി ആകാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു ഏറ്റവും ഒരു അവസരമാണ്. ഇത് പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ട് അത്രയും കംഫർട്ടായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇത്രയും ഉഗ്രനൊരു ക്യാരക്ടർ കിട്ടിയപ്പം ശ്യാമുണ്ട്, ആഷിഖേട്ടനുണ്ട്, എനിക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരാണ്. അപ്പം എനിക്കത് ഏറ്റവും അഴിഞ്ഞാടി ചെയ്യാവുന്ന അവസരമാണ്. അപ്പോൾ ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലോസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അതിനെ സമീപിച്ചത്. അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അതൊരു എല്ലാം ഒരു കൊറിയോഗ്രാഫിയിൽ പോകുന്ന പോലാണല്ലോ. എന്നുവെച്ചാൽ നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് ഒരു ഈ ഷൂട്ടൗട്ടൊക്കെ വരുന്ന സമയത്ത് പിന്നെ എല്ലാവരും ഇപ്പം നിങ്ങൾ വിഷ്ണു ദിലീഷിൻ്റെ ക്യാരക്ടറായിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നത്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ടൊരു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ഈ നമ്മുടെ വാർ മൂവി കാണുന്നത് പോലെയാണല്ലോ കാണുന്നത്. അവർ ഫയർ ചെയ്യോ, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പോവോ, എന്നിട്ട് ഈ സ്കോർ സെറ്റിംഗ് നോക്കുന്നത് പോലെ നോക്കുകയാണല്ലോ. ശരിക്കും ആ ഒരു ഞാൻ പറയുന്ന ഒരു വിഷ്വൽ കൊറിയോഗ്രാഫിയും ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എന്താ ശരിക്കും? അടിപൊളിയായിരുന്നു. വളരെ ക്ലാരിറ്റിയിലായിരുന്നു അതിൻ്റെ ഈ ടെക്നിക്കൽ ടീം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആക്ടർ എന്ന നിലയിൽ നിൽക്കുമ്പോൾ കൂടുതലും ആ സ്പേസിൽ തന്നെ നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പം എൻ്റെയും കോച്ചോടെയും ക്യാരക്ടർ തമ്മിലൊരു ചെറിയ കോൺഫ്ലിക്റ്റിലാണ്. ആശയപരമായിട്ട് അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉള്ള
ഒരു ഐഡിയ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പോയിന്റിലാണ് അവരുടെ ലക്ഷ്യം ഒന്നാവുന്നത്, ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കാണ്. അപ്പം അത്തരം കോൺഫ്ലിക്റ്റുകളിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ സിനിമയുടെ അകത്തുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും ത്രില്ലായിട്ടുണ്ടായിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പം ആ സ്പേസിൽ വന്നിറങ്ങുമ്പോൾ ഒരു അഡ്രിനാൽ റഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വരവ് കൊണ്ടല്ല, ആ കഥയിൽ അല്ലെങ്കിൽ സിനിമയുടെ ആ സ്പേസിൽ കൃത്യ ഒരു മൊമെന്റ് എഴുത്തുകാരുണ്ടാക്കുന്നതുകൊണ്ടോ സംവിധായകൻ അത് അച്ചീവ് ചെയ്യുന്നതുകൊണ്ടോ നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. സോ ആ കൃത്യം ആ പണിക്കകത്ത് നമ്മൾ ഒന്ന് ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേച്ചി, ഇതിലിപ്പം എല്ലാവരുടെയും ഡയലോഗിന് കൂടി കൈയടി കിട്ടുന്ന കുറേ മൊമെന്റ് ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോഴും അറിയാം, ഒരു ഭയങ്കര മാസ് സിനിമയിലൊക്കെ ഒരു ഹീറോ ഡയലോഗ് പറയാനുള്ള ഒരു മൊമെന്റാണ് നിൽക്കുക. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് ക്യാരക്ടറിനെ കളിയാക്കിയിട്ടാവാം, ഈഗോ ഹെഡ് ചെയ്താക്കാം. അതിന് പകരം ഇതിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരുടെ ഒരു പഞ്ച് വൺ ലൈനർ അവരുടേതായ മുഖ്യത്വം ഉണ്ട്. പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഡയലോഗ്സും പേജ് ഡയലോഗ്സും ഒരുപാട് ആക്ഷനും ജമ്പിങ് അതൊക്കെ ആയിരുന്നു ആക്ഷൻ ഫിലിം എന്ന ഒരു ധാരണ. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ച് ഒരു ലുക്കിൽ പോലും ഒരു ആക്ഷൻ ഫിലിം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പടം ആക്ഷനായി മാറാം എന്നുള്ളത് തെളിയിച്ച ഒരു പടം തന്നെയാണ് റൈഫിൾ ക്ലബ്. ഇതിലൊരു സ്റ്റൈലൈസ്ഡ്, ഇപ്പൊ എല്ലാവർക്കും ഒരു ലുക്കും എല്ലാവരും സ്റ്റൈലൈസ്ഡ് ആണല്ലോ ആളുകൾ ഓരോരുത്തരും വരുന്നത്. അതിപ്പം എങ്ങനെയാണ് ഇത് ഒരു കുറെ ദിവസം ഷൂട്ട് ചെയ്യാണല്ലോ, എങ്ങനെ വേറൊരാളുടെ ഒരു സ്റ്റൈൽ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു പേഴ്സണലി? എൻ്റെ സൂസൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന് ആദ്യം ഒരു ചുരിദാറും ഇങ്ങനെ ഷോളൊക്കെ കെട്ടിയിട്ട് വേറൊരു റെഫറൻസ് ആയിരുന്നു തന്നിരുന്നത്. അപ്പം ഞാൻ ശ്യാമേട്ടനോട് പോയിട്ട് ചോദിച്ചു, ശ്യാമേട്ട ഞാൻ എൻ്റെ കുറച്ച് റെഫറൻസ് ഉണ്ട്, എന്നുവെച്ചാൽ ഇത്ര ഒരു 90s അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ റൈഫിൾ ക്ലബ്ബ്, അപ്പോൾ അവിടെ ഉള്ള അങ്ങനെ റൈഫിൾ ക്ലബ്ബിലൊക്കെ പോകാനുള്ള ഒരു സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേറൊരു സ്റ്റൈലായിരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു, ഞാൻ ഇങ്ങനെ നീ വെട്ടി നോക്കി എങ്ങനെയാവും അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ വെട്ടി എൻ്റെ ഒരു സ്റ്റൈല് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഇതിന് ചുരിദാർ പറ്റില്ല, നമ്മുടെ കോസ്റ്റ്യൂമർ മഷറിനോട് വന്നിട്ട് മിഡിയിലേക്ക് മാറി വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം രാവിലെ 7 മണിക്ക് ഇവരൊക്കെ ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ രീതിയിലാണ് ഇവരെയൊക്കെ തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് ആ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അതിനല്ലേ നിങ്ങൾ ചോദിച്ചത്? ക്വസ്റ്റ്യൻ അതന്നെയല്ലേ? എന്നെ വിളിച്ചിട്ട് കഥയുടെ ഒരു ചെറിയ ഇതൊക്കെ പറഞ്ഞു, ഞാൻ എടുത്ത് ജീൻസ് ഒക്കെ അല്ലേ പറഞ്ഞു, അല്ല ഒരു ഫ്രോക്ക് ഒക്കെയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു സംഭവം വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീൻസും ഷർട്ടും ജേക്കിനൊക്കെ ആയിരിക്കും. അല്ല മുണ്ടിൽ അല്ല മിഡിയിലേക്ക് തോറ്റു നിന്നെടുത്തുനിന്ന് തോക്കിലേക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറെ തന്നെ ഒരു മാറ്റം എൻ്റെ ഒരു ലുക്ക് വൈസും. അല്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ കുടുംബചിത്രം എന്ന് പറയുന്ന പോലെ ആ കുടുംബചിത്രത്തിലൊന്നും ഞാൻ പലപ്പോഴും ഒരംഗമാവാറില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ആ കുടുംബത്തിലെ ഒരു അംഗമാവാൻ കൂടി കിട്ടിയ ഒരു വലിയൊരു അവസരമായിരുന്നു. ഏറ്റെടുത്തില്ലേ കുടുംബക്കാരെ എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പരാതിയൊക്കെ ഉണ്ടല്ലേ, വേണ്ട പറയണ്ട, അവർക്ക് വീട്ടിലാവാം. ഞങ്ങൾ അത്ര എൻജോയ് ചെയ്ത ഫിലിമാണ്. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് പോലും ഇത്രയും നല്ലൊരു സെറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് വാണി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. നമ്മളൊക്കെ കണ്ട കാലം എത്ര പടങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ക്യാരവൻ ഒന്നും ഇല്ലാതെ ഞങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാവരും ഒത്തിരുന്ന് എല്ലാവരും പാട്ട് പാടുക അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വന്നിട്ട് ഇത്രയും ന്യൂജൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സെറ്റ് കാണാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു. വാണി ചേച്ചിയുടെ മൈൻഡ് റീഡിംഗ് ആയിട്ടുള്ള കുറെ വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് മനീഷേട്ടന്റെ മൈൻഡ് വേണമെങ്കിൽ അല്ലെ അതൊരു ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? അനീഷ് ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട്. ഇന്റർവ്യൂ നീ കയ്യിൽ നിന്ന് കൊടുക്കും, ലക്ഷ്യമൊക്കെ വിട്ട് അതിനുള്ളില് എന്റെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ വരുന്നിട്ട് ഇവരുടെ മുന്നിൽ എന്നോട് അവതരിപ്പിക്കാൻ പറയാ. അങ്ങനെയൊക്കെയാണ് സുരഭിയുടെ വേഷം. അല്ല ചേച്ചി മറ്റേ ഇത് ഒറ്റ മിനിറ്റ് നടി
ചുമ്മാ ചോദിക്കും ചേച്ചി ഒന്ന് മനീഷേട്ടന് വേണ്ടി എന്താണ് ഹീറോയിന്റെ പേരെന്തായിരുന്നു? MGR MGR അല്ലേ? MN നമ്പ്യാർ അല്ലല്ല രജനീകാന്ത് രജനീകാന്ത് അല്ലെന്നേ. ലേഡി ചേച്ചി ആരായിരുന്നു? രാധിക മാം. രാധിക മാം. രാധിക മാം ഡയലോഗ് പറയുന്നത് എനിക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി പുള്ളിക്കാരിക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്കിതൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും, നിങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്ന ഇങ്ങനെ കഥയൊക്കെ കേട്ടിരിക്കും. അപ്പൊ കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ട്. ചേച്ചി രാധിക ചേച്ചിനൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നും ഇവരെല്ലാരും ഇത് കേൾക്കണമല്ലോ. അപ്പൊ നമ്മളങ്ങനെ വട്ടത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ എല്ലാരും ഒന്ന് ഇത് ചെയ്യാൻ. അപ്പൊ ഞാൻ വാണി ചേച്ചി, അടുത്തതായി വാണി ചേച്ചി രാധിക മേഡത്തിനെ അവതരിപ്പിക്കുന്നു. ചേച്ചി 1 2 അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാധിക ചേച്ചി. കമോൺ വാണി ചേച്ചി, ഇനി ഇങ്ങനെ ഒരു ഗാനാണ് ഇതിപ്പോ നമ്മളെല്ലാരും കൂടെ ചേർന്നുള്ള റൈഫിൾ ക്ലബിന്റെ ഒരു രാധിക മാം എന്റെ കൂടെ 2-3 ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും ഡയലോഗ്സ് പറയുമ്പോ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് തമിഴ് പറയാ. ട്രെൻഡ് പോലെ ആയിരിക്കുള്ളൂ കേട്ടോ, വോയിസ് ഒന്നും ശരിക്കും വരില്ല. അപ്പൊ പുള്ളിക്കാരി തമിഴ് പറയുന്ന ഒരു ട്രെൻഡാണ്. இது பாருங்க, உங்க கோவத்தையும் மொற்றத்தனத்தையும் மூட்டை கட்டி வச்சுக்கிட்டு சாப்பிட மாதிரி சாதமா பேசுங்க, பதில் தாங்க வரும். ஏங்க நாளைக்கு நம்ம போகும்போது இதெல்லாம் கொண்டுட்டு போகவா போறோம், சரின்னு சொல்லுங்க. ഈ പന്മ ചേച്ചി ഈ പറഞ്ഞതേ ശരിക്കും ഇതിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഗേൾ സ്ക്വാഡ് ഉണ്ട്. അതായത് തോക്കെടുത്ത് മറ്റുള്ളവർ ഇവര് വെടിവെച്ചേക്കില്ല എന്ന് കരുതുന്ന മൊമെന്റിൽ പോലും ഭയങ്കര ഫയർ ബ്രാൻഡ് ആവുന്ന അങ്ങനെ ഒരു സ്ക്വാഡ് കൂടി ഉണ്ടല്ലോ. നമ്മൾ എത്രയോ കാലമായിട്ട് അങ്ങനെ സിനിമയിൽ കാണാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പോലാണല്ലോ. അങ്ങനെ കൂടി ഒരു ടോട്ടൽ ഫിലിമോഗ്രഫി വെച്ചിട്ട് അങ്ങനെ കൂടി ഒരു എക്സ്പീരിയൻസും ഹാപ്പിനെസ്സും ഈ പടത്തിൽ പുറത്ത് കിട്ടുന്നുണ്ടോ? തോക്കെടുത്ത് പിന്നെ അത് എനിക്ക് ഒത്തിരി സന്തോഷം തന്ന നിമിഷങ്ങളാ. കാരണം ഇവരുടെ കയ്യിലെല്ലാം എന്റെ വാണിയുടെ കയ്യില് മറ്റേ നമ്മുടെ ഉണ്ണിമായ സുരഭി ഇവരെല്ലാം കയ്യിൽ തോക്കാതെ എന്ത് വെയിറ്റാ തോക്കിനൊക്കെ. പക്ഷെ ചേച്ചി സ്കോർ ലാസ്റ്റ് ഷോട്ടിൽ അത് സ്കോർ ചെയ്ത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ച്. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇവരെല്ലാം അടിച്ചു പൊളിക്കുന്ന ടീമല്ലേ എല്ലാം. അത് ഞാൻ ചോദിക്കായിരുന്നു. ഇപ്പൊ ദിലീഷിന്റെ ക്യാരക്ടർ വിനീതേട്ടനോട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ തോക്ക് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടേ. ശരിക്ക് സിനിമയില് റൈഫിൾ ക്ലബിലെ ആളുകളെല്ലാം വെൽ ട്രെയിൻഡ് ആണല്ലോ, പ്രധാനപ്പെട്ട ആളുകളാണല്ലോ. അപ്പൊ അത് എളുപ്പമായിരുന്നു. അത് ഞാൻ അതിന്റെ ഒരു ടേക്കിലേക്ക് എത്തിക്കാനുള്ള പാടുണ്ടായിരുന്നു. നല്ല എനിക്ക് ട്രെയിനേഴ്സ് അങ്ങനെ പെരുമ്പള്ളിയൊക്കെ എവിടെയോ പോയി. പെരുമ്പള്ളി മാത്രമല്ല, ശരിക്കും വേറൊരു പറഞ്ഞിട്ടൊരു നാഷണൽ ഷൂട്ടിംഗ് കോമ്പറ്റീഷന് പോകുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ട്രെയിൻ ചെയ്യാൻ. പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ മില്ലൻ നമുക്ക് ട്രെയിൻ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവർക്കും മില്ലന്റെ ഒരു ബേസിക് ട്രെയിനിങ് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു ടൈം കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ നാളെ ഞങ്ങൾ 8 മണിക്ക് ഫ്രീ ആണ്, നീ ഫ്രീ ആണോ, അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഇത് ഒറിജിനൽ തോക്കായതുകൊണ്ട് ഇവര് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മളെ ഒന്ന് ചോദിച്ചാൽ അവർ തരത്തൊന്നുമില്ല. അപ്പം മില്ലന്റെ പ്രസൻസോ അവിടെ ആ ഗൺ ടീമിൽ നിന്ന് ഒരാൾ ഉണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് ഈ തോക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒറിജിനൽ അല്ല, ഒറിജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. സീൽ ചെയ്തിട്ടുള്ളതാണ്. ഇല്ല, അത് പൊട്ടാസ് വെച്ചാ പൊട്ടിക്കുന്നത്. ഞാൻ ശരിക്കാന്ന് വിചാരിച്ചത്. എന്നുവെച്ചാൽ പഴയ അബാൻഡൻ ഗണ്ണുകളും മറ്റേ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നല്ല വെയിറ്റ് ഉള്ള ഗണ്ണുകൾ തന്നെയാണ്. ഇട്ട് പൊട്ടിക്കാവുന്ന തോക്കല്ല. ബട്ട് ഈ വെയിറ്റ് ട്രെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് മില്ലൻ നമ്മളുടെ ഒപ്പം തന്നെ ഫുള്ളി ഷൂട്ടിനുണ്ടായിട്ടുണ്ട്. ആദ്യം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിലൻ വരികയും അന്ന് റംസാൻ ഇല്ലായിരുന്നു. നമുക്ക് അങ്ങനെ കുറച്ച് ഞങ്ങൾ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഗണ്ണ് പരിചയപ്പെടുത്തു. അതിന്റെ പൊസിഷനിങ്ങും ആംഗിളും കറക്ഷനും ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ അതിൽ
ഇവർ കൃത്യമായിട്ട് ഒരാളെ കണ്ടെത്തുകയും ട്രെയിനിങ്ങിനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ടൊക്കെയാണ് അതിങ്ങനെ എക്സ്ട്രാ നടന്നില്ല. പിന്നെ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അവിടെ എല്ലാവരും ടൈം കിട്ടുന്നത് പോലെ ഗണ്ണെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഡയലോഗ് അടിച്ചിട്ട് പിന്നെ മോശമാക്കിയാലോ. അല്ല, അത് ഭയങ്കര ശബ്ദം ഉണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് ആണല്ലോ ഇത്. അപ്പൊ ഞങ്ങളൊക്കെ തുക പിടിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ പിന്നെ എല്ലാവരും ജഗതി സാറിനെ പോലെ ആയി പോകും. ആ ഒരു എക്സ്പ്രഷൻ ആ മുകളിൽ വരുന്നത്. പിന്നെ ഇത് മാസം പിടിച്ചു നിൽക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പൊട്ടിച്ച് ആ ശബ്ദവുമായിട്ട് ഞങ്ങൾ ഒന്ന് താതാത്മ്യം പ്രാപിച്ചു. അല്ലേ? പറ്റിയിട്ടുണ്ട്. ഈ ഫയർ ചെറിയ പൊട്ടാസ് വെച്ചാണ് പൊട്ടിക്കുന്നെങ്കിലും അതിന്നൊരു ഫയർ ജനറേറ്റഡ് ആകും പൊട്ടിക്കുമ്പോഴത്തേക്ക്. അപ്പൊ നിറയെ ആൾക്കാര് പൊട്ടിക്കുമ്പോഴത്തേക്കും കുറച്ച് പൊള്ളല് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണി കൊള്ളേണ്ട പുരുകെട്ടതും കൊണ്ടുല്ലേ? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഭീകര പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആ ഗണ്ണ് ആക്ച്വലി അത് ഒറിജിനൽ ഗണ്ണിന്റെ അതിന് സെയിം വെയിറ്റ് ഉണ്ട്. കാരണം അപ്പോഴേ അതിന്റെ ഒരു റിയാലിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡമ്മി പിടിച്ചിട്ട് നമ്മൾ വെറുതെ ഭാരം അഭിനയിക്കണ്ടേ. പക്ഷെ ഇത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് അധികം നേരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെയിൻ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ഗ്യാപ്പിലൊക്കെ അത് വെച്ചിട്ട് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത് അത്ര അവൈലബിൾ അല്ല, അത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ സോ വളരെ അതിന്റെ കൃത്യമായിട്ട് ആ ഗണ്ണ് കൊണ്ടുവരുന്ന ആളുണ്ട്, പിന്നെ ട്രെയിനർ ഉണ്ട്. ആ അവൈലബിൾ ആകുന്ന സമയത്ത് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തു. പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് പൊട്ടിക്കുമ്പോ ചെറിയ ശബ്ദമൊന്നും അല്ല, അടിച്ചു പോകും. അതെ, അത് ലോങ് ഷോട്ട്സും ആണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ക്യാമറ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ലാസ്റ്റ് എത്തുമ്പോഴേക്കും അപ്പൊ ലാസ്റ്റ് ഇത് കട്ട് പറയുമ്പോ എല്ലാരും കൂടെ ടേബിളിലേക്ക് ഒരുമിച്ച് അതിന്റെ സിങ്ക് വിടുന്ന സിങ്ക് ഇത്രയും പേര് തോക്ക് പിടിച്ചു വെക്കുമ്പോ ഞാനും ആഷിക്കേട്ടും മാത്രമല്ല തോക്ക് പിടിക്കാത്തത്. തോക്ക് പിടിക്കാൻ തയ്യാറാവാത്ത ആഷിക്കിന് പറ്റില്ല. മാത്രമേ തോക്കില്ലാത്തുള്ളൂ. പുള്ളിക്ക് ക്യാമറ പിടിക്കാനുണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പൊ നിങ്ങളെല്ലാം തിയേറ്ററിൽ ഇന്ന് ഒരു ശരിക്കും സിനിമ കാണാൻ വന്ന ക്രൗഡിന്റെ കൂടെ കണ്ടാണല്ലോ. എന്താ വിനീതേട്ടന്റെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ പടം തിയേറ്ററിൽ കാണുന്നത്. അതൊരു രാവിലെ പോകുമ്പോ ചേച്ചി പറഞ്ഞു പണ്ടൊക്കെ പ്രിവ്യൂ ആക്ടേഴ്സിന് മാത്രം അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനെ പോണേ, ഇത് എന്താണ് അവിടെ ഉണ്ടാവുക, അവരോട് എന്തെങ്കിലും പറയണൂടോ, ഇത് കണ്ടു നമ്മൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ എത്തുന്നവരെ ചോദ്യങ്ങളെ. അപ്പൊ അങ്ങനെയുള്ളൊരു ചോദ്യത്തിനൊക്കെ ഉത്തരം തരുന്നത് പുള്ളിക്കാരിയാണ്. തിയേറ്ററിൽ എന്തായിരുന്നു, തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു സന്തോഷം തോന്നി. അതല്ലേ പറയാൻ പറ്റില്ല. എപ്പോഴും ഞാൻ സന്തോഷം എന്ന് പറയുമ്പോ സ്വരൂപി കളിയാക്കാൻ സന്തോഷം. ട്രെയിനിങ് കൊടുത്തായിരുന്നു സന്തോഷം അല്ലാതെ കുറച്ചെന്തെങ്കിലുമൊക്കെ എല്ലാ ചോദ്യത്തിനും ചേച്ചിക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നി. സന്തോഷം അല്ലാതെ കുറെ സാധനങ്ങൾ ചേച്ചിക്ക് തോന്നിയിട്ടില്ലേ, ആ തോന്നിയ സാധനങ്ങൾ പ്രത്യേകം പറയൂ എന്നൊക്കെ ഞാനിങ്ങനെ സന്തോഷത്തിന് സന്തോഷം തന്നെയല്ലേ അതെ ആത്മനിർവൃതി. വാണിയെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് കണ്ടപ്പോഴേ പ്രേക്ഷകർ കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഭയങ്കരമായിട്ട് വാണിയെ അപ്രിഷ്യേറ്റ് ചെയ്തു. ഒരു തിരിച്ചുവരവ്, വാണിയുടെ ശക്തമായിട്ടൊരു തിരിച്ചുവരവായിട്ട് ആൾക്കാർ അതിനെ കണ്ടിരിക്കുന്നത്. എൻട്രി സീനില് ഇപ്പൊ നമ്മള് എൻട്രി സീനിലൊക്കെ കയ്യടിയുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടത് വനിതാ വിനീതയിലാണ്, റിവ്യൂ ഷോ അല്ല, ബാക്കി എല്ലാത്ത ഓഡിയൻസ്. ഓരോ ആളിപ്പം വിജയരാമൻ ചേട്ടൻ മറ്റേ വീൽ ചെയറിലാണ് കാണുന്നെങ്കിൽ പോലും അല്ലാത്ത സമയത്ത് ഭയങ്കര അങ്ങനെ ഒരു ഭയങ്കര മാസീവ് ഇൻട്രോലല്ലോ. ഓരോ ആളുകളുടെയും സീനിന് തിരിച്ച് കൈയടിക്കുന്നത് അത് ട്രെയിലറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും ആയിരിക്കാം. നേരത്തെ ഇത് കണ്ടിട്ടില്ല. ട്രെയിലറിന് മാത്രമല്ല, ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സിനിമയുടെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് തന്നെ അതാ. ഒരു ഫുൾ നെറേറ്റീവിൽ ഒരു കഥ പറയാന്നുള്ളതിന് പകരം ഓരോ ക്യാരക്ടറിനെയും അതിന് ഇപ്പൊ തന്നെ റൈഫിൾ ക്ലബില് ഗോഡ്ജുവും അവറാനും ആദ്യം അവര് തമ്മിൽ അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ ഒന്നിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹൈ. അതേപോലെ തന്നെ ഇപ്പൊ ഷാജഹാൻ എന്ന് പറയുന്നത് ആദ്യം ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അവറാന്റെ കൈ കിട്ടിയപ്പോ അവറാൻ അങ്ങോട്ട് ഷാജഹാനെ നശിപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാജഹാൻ വേറൊരു ഹൈ പോയിന്റ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടറിനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു റിട്ടേൺ ബാക്കപ്പ് ഉണ്ട്. അതിന് കൃത്യമായിട്ട് അത് ആഷിക്കാതെ എക്സിക്യൂട്ടീവ് കൂടെ ചെയ്തപ്പോ കിട്ടുന്ന കയ്യടികളാണ്. ക്യാരക്ടറായിട്ട് തന്നെയാണ് നമ്മൾ ഓർത്തു വെക്കുന്നത്. എല്ലാവരും നമുക്ക് പരിചിതരോ അപരിചിതരായിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ആകുമ്പോഴും ക്യാരക്ടറിന് പുറത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അവറാൻ എന്നല്ലാതെ നമ്മളിപ്പോ
അവരാൽ പകരം മറ്റൊരാൾ ആലോചിക്കാത്ത വിധത്തിലാണ് നമ്മൾ ഓരോ ക്യാരക്ടറും കഴിഞ്ഞ് അത് ഈ ക്യാരക്ടറിന്റെ നമ്മൾ സിനിമയിൽ കാണുന്നതിനപ്പുറത്ത് ഇവർക്ക് ഒരു ബാക്ക് സ്റ്റോറി പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ റൈഫിൾ ക്ലബ്ബിൽ ഇത് വെടിവെക്കുക എന്ന് പറയുന്നത്, ഷൂട്ടിംഗ് എന്ന് പറയുന്നത് സ്പോർട്സ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഗോഡ്ജോഡ്. അത് സ്പോർട്സ് വിങ് ആണ്. അതേസമയം അതല്ല, ഇത് വേട്ട എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷിക്കാനുള്ള സാധനത്തിന് വെടിവെച്ചടിക്കണം എന്ന് പറയുന്നതാണ് അവറാന്റെ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഈ ഗ്രൂപ്പിനെ സെറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിൽ ആരൊക്കെ, ഈ ഗ്രൂപ്പിൽ ആരൊക്കെ, ഇങ്ങനെയൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെ ഒന്നിക്കുന്ന ഒരു മൊമെന്റ് റിയൽ വേട്ടക്കിറങ്ങുന്നു എന്ന് പറയുന്നിടത്താണ് ഹൈ കിട്ടുന്നത് നമുക്ക്. അല്ല പിന്നെ ഇത്രയും അത്യാധുനിക ആളുകൾ വന്നെടുത്ത് ഈ പരമ്പരാഗത പരിപാടിയായിട്ട് തിരിച്ചടിക്കുന്നു അതിന്റെ ഹൈ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. വിഷ്ണുവിന്റെ ഒരു തിയേറ്റർ ഫീൽ ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ഈ ഒരു ലെങ്തി ക്യാരക്ടറിൽ തിയേറ്ററിൽ വരുവാണല്ലോ. ഐ മീൻ ഇതേ സെയിം കാര്യം പറയേണ്ടി വരും. സന്തോഷം, ഭയങ്കര സന്തോഷം. അതെ, അല്ല വേറെ വാക്കുകൾ പറഞ്ഞെന്ന് ആത്മനിർവൃതി എനിക്ക് അല്ല സി ഡെഫിനറ്റ്ലി ഫിലിം മേക്കർ അല്ലെങ്കിൽ ശ്യാമേട്ടൻ, ഐ മീൻ ആ റൈറ്റേഴ്സ് സുഹാസ്, ദിലീഷേട്ടൻ, ഐ മീൻ ഈ ഒരു ടീമിലെ അതായിരുന്നു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ്. റെക്സ് മ്യൂസിക് ചെയ്യുന്ന ഒരു സ്ഥലത്തെങ്കിലും ഒന്ന് ഇമോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഹൈ. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളപ്പോൾ അവിടെ റൈഫിൾ ക്ലബിന് ഭയങ്കര, അതായത് ഒരുപാട് കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കളിയാക്കാനൊക്കെ പറ്റുന്ന മനുഷ്യരായിട്ടാണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഭയങ്കര രസമുള്ള സൗഹൃദം ഉണ്ടായതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സൗഹൃദം ഉണ്ടായാൽ അത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അഭിനയിക്കാൻ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര എളുപ്പമായിരിക്കും, അല്ലെ കുറച്ചുകൂടെ ടെൻഷൻ കുറയും. ഞങ്ങളൊരു പ്രോത്സാഹന കമ്മിറ്റി ആയിരുന്നു. അതെ 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 അതെ. അപ്പോൾ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അത് ഇന്നിപ്പോൾ തിയേറ്ററിൽ വന്ന് അതിലെ ഓരോ മൊമെന്റ്സും ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പോൾ യെസ് 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 അതെ അതെ യെസ് അതാണ് ഗോഡ്ജോ. താങ്ക് യു താങ്ക് യു. ദർശന തിയേറ്റർ കണ്ടപ്പോൾ എന്തോ തോന്നി? അല്ല പക്ഷെ ഇന്ന് എല്ലാരും ഇത്രയും വലിയ കാസ്റ്റ് ആകുമ്പോ എല്ലാരും ഒരുമിച്ച് കിട്ടാൻ പറ്റുമോ, എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റുമോ? ആക്ച്വലി ലൈക്ക് റീയൂണിയൻ. എല്ലാരും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പടം കാണാൻ പറ്റിയതിൽ ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. പിന്നെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ്. ഓൾവേസ് തിയേറ്ററിൽ ഫസ്റ്റ് റെസ്പോൺസസ് കാണാൻ ഭയങ്കര രസമാണ്. സോ ഐ വാസ് റിയലി ഹാപ്പി. സന്തോഷം. ഗ്രൂപ്പ് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതല്ല തെലുങ്കിലൊക്കെ ചോദിക്കുമ്പോ നമ്മള് ഫസ്റ്റ് പഠിച്ചു വെച്ചിണ്ടാവും. മുമ്പൊക്കെ അറിഞ്ഞില്ല. ചാലാ ഹാപ്പിగా ఉంది അത് തന്നെയാണ് നമ്മൾ മലയാളത്തിലേക്ക് പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ടുണ്ടെന്ന്. നിങ്ങൾ പലരും പലതവണ ഈ പടം കണ്ടിട്ടുണ്ടാവും, പ്രോസസ് ഉണ്ടാവും. പക്ഷെ ഇത്ര വലിയൊരു അക്സെപ്റ്റൻസ്, ഇങ്ങനെ ഒരു മാസീവ് റെസ്പോൺസ് എന്ന് വെച്ചാൽ തിയേറ്ററിൽ പലർക്കും ഡയലോഗ് കേൾക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഡയലോഗ് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ കൈയടിയിലും ചിരിയിലൊക്കെ മുങ്ങിപ്പോകുന്നുണ്ടല്ലോ. ഈ മാസീവ് റെസ്പോൺസ് ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നു എന്താണ്? നിങ്ങൾക്ക് തലേ ദിവസം മഹേഷ് ആണെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും തിയേറ്ററിൽ? എനിക്ക് ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറിന്റെ ചില പേഴ്സണലി ഞാൻ പറഞ്ഞാണ്, എനിക്ക് ഈ സിനിമ അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരു ഘട്ടത്തിലും ഇല്ലായിരുന്നു. ആദ്യം ഇതിന്റെ ഐഡിയ പറയുന്ന പോലെ ഇതിന്റെ പ്രോസസ്സിലെല്ലാം ഞാൻ പേഴ്സണലി നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പം എൻ്റെ ഒരു വിശ്വാസം ഇത് അങ്ങനെ മാസീവായിട്ട് ഹിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. പിന്നെ ആശങ്ക എപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ച്, എനിക്കിപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ചില ആശങ്കകളുണ്ട്. ഞാൻ അവിടെ അത് പറഞ്ഞ് ഇച്ചിരി മീറ്റർ വിട്ടിട്ടാണല്ലോ, അപ്പോൾ അതങ്ങനെ വർക്കായിരിക്കുമോ, അത് ഞാൻ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള നമ്മുടെ കോൺഷ്യസ്. അതെനിക്ക് പേഴ്സണലി ഇപ്പോൾ എന്നെ തന്നെ എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യുന്നതിൽ. അപ്പോൾ അതുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ആശങ്കകളല്ലാതെ എനിക്ക് സിനിമയുടെ ടോട്ടാലിറ്റിയിൽ എനിക്ക് പേഴ്സണലി 100% ഷുവറായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു പേഴ്സണലി. ഞാൻ അവിടെ കണ്ടു ആഷിഖ് ഇങ്ങനെ കയറി വരുമ്പോൾ, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വന്നിരുന്നതിന് ശേഷമാണ് ആഷിഖ് കയറി വരുന്നത്. ആഷിഖ് കയറി വരുമ്പോൾ എല്ലാവരും കെട്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് കെട്ടി. ആഷിഖ് ഒരു ടെൻഷനും ഇല്ല ഈ മനുഷ്യൻ. കാരണം he was sure shot like ഹിറ്റ് ആവുന്നുള്ളത് ആൾക്ക്. ഇത്രയും 3 കാര്യങ്ങളാണല്ലോ പുള്ളി ചെയ്യുന്നത്, എന്നിട്ട് പോലും ഒരു ഇതുമില്ല. പുള്ളിക്ക് ദേഷ്യമൊന്നും വരില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഷൂട്ടിന്റെ ഇടയിൽ ജസ്റ്റ് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടപ്പോൾ
ഞാൻ ശ്യാമേട്ടനോട് ചോദിച്ചപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞ് മീറ്റിംഗ് നടക്കാം. ഞാൻ പറഞ്ഞു പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അത് പ്രൊഡ്യൂസറും സിനിമാറ്റോഗ്രാഫറും സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡയറക്ടർ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടറോട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അത് പറ്റുന്നില്ല, നമ്മൾ കേൾക്കാത്ത ആ രീതിയിൽ കൂടി ആഷിക്കിന്റെ ഒരു തിയേറ്ററിക്കൽ കംബാക്ക് എന്നുള്ള രീതിയിലാണല്ലോ സിനിമ കാണുന്നത്. നമ്മളതിന്റെ ഒരു തിയേറ്ററിൽ പോയി കണ്ടാണെന്നുള്ള രീതിയിൽ പിന്നെ ആഷിക്കിന്റെ ടീമിന്റെ ഭാഗമാണ് ഡയറക്ടോറിയൽ പാർട്ടിലും ആക്ടിംഗ് പാർട്ടിലും. എന്താ ഉണ്ണിമായാണ് ഞങ്ങളുടെ സ്പൈ വർക്കർ. അങ്ങനെയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം തന്നെയാണ്, സന്തോഷമുള്ള സോ ഇത് ഞങ്ങളൊരു ചിയർ ഗ്രൂപ്പ് പോലെയാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ചിയർ ചെയ്യുന്നതിൽ ആർക്കും അതിന് ഒരു പ്രശ്നമോ അത് പ്രായഭേദമന്യേ എല്ലാവരും നിന്ന് മറ്റവരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ആക്ടേഴ്സ് അലോൺ, ഈവൻ ദ ടെക്നിക്കൽ സൈഡ് നമ്മളാൽ കഴിയുന്ന ചിയർ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ, ഹോൾ ഗ്രൂപ്പ്. സോ ഇന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് ആഷിക്കേട്ടൻ എന്നുള്ള ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർക്ക്, പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഒരു ഹോൾ ലോട്ട് ഓഫ് ചെയർ ഗ്രൂപ്പ് റീഅസംബിൾ ചെയ്യാണ് ഇന്നുണ്ടായേക്കുന്ന പോലെ. അങ്ങനത്തെ ഒരു ഫീലേ നമുക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ എൻ്റെ പടം വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ അത് കാണാൻ പോകുന്നു, അങ്ങനെയല്ല. ചിയർ ഗ്രൂപ്പ് ഇസ് റീഅസംബ്ലിങ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആഷിക്കേട്ടൻ എടുക്കുന്ന അറ്റംപ്റ്റിന് നമുക്കൊരു ഭാഗമാകാൻ പറ്റുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ചിയർഫുൾ. And I think that's only ആഷികേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ലൈക്ക് ഈവൻ വിത്ത് ദിസ് ഓർ ഈവൻ വൈറസ്, ലൈക്ക് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് എവ്രി വൺ റെഡി ടു കം ഫോർ ആഷികേട്ടൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഇറ്റ്സ് റിയലി നൈസ് ദാറ്റ് ഒരു വൈബ് ജനറേറ്റ് ചെയ്യുമല്ലോ. ഒരു ഡയറക്ടർ കൊടുക്കുന്ന ഒരു വൈബുണ്ട് ഒരു സെറ്റിലേക്ക്. പല സ്ഥലത്ത് നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അത് പലതാണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ പോത്തറിന്റെ സെറ്റിൽ ഒരു കംഫർട്ട് ഉണ്ട്. നമ്മൾ പോത്തറിനായതുകൊണ്ട് പറയുന്നില്ലേ, ഏതൊരു ആക്ടർ വന്നാലും അങ്ങനെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ആഷികേട്ടൻ്റെ സെറ്റിൽ അത് ഭയങ്കര കൂൾനെസ് ആണ്. അപ്പോൾ അത് തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആഷിക്ക് ലഭിക്കുന്നത് ആഷിക്കിന്റെ എല്ലാ ഇന്റർവ്യൂവിലും ആഷിക്ക് പറയുന്ന ഒരു സാധനം ഈ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ റിസൾട്ടും സംഗതിയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇടുക്കി ഗോൾഡിന്റെ ഷൂട്ടിനൊക്കെ വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ടീം എന്നുള്ള രീതിയിലാണ്. നമുക്ക് ആരാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്, ആരാണ് ടെക്നിക്കൽ സൈഡിൽ, ഇപ്പോൾ ആരാ മറ്റേ അസിസ്റ്റ് ചെയ്യുന്ന ടീമിലുള്ളൊന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു ടീം വർക്കാണല്ലോ പലപ്പോഴും ആ ഇതിലുണ്ടാവുന്നത്. ഇത് അങ്ങനെ ഒരു ടീം വർക്കിന്റെ ഒരു സക്സസ് ആയിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഒരു പേഴ്സണൽ സാധനം. എന്താ നമുക്കങ്ങനെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നത് എങ്ങനെയാണ്? ടീം വർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആഷിഖ് കപൂർ എന്ന് പറയുന്ന ക്യാപ്റ്റൻസിക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നു വർക്കിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിക്ക് എന്താണ് ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനകത്തും വളരെ ഷാർപ്പും ക്ലാരിറ്റിയിലുമായിരുന്നു പോന്നിട്ടുള്ളത്. പിന്നെ നല്ല ഉഗ്രം കാസ്റ്റിംഗ് ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര നല്ല എല്ലാവരും നല്ല ആക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇത്രയും നല്ല, ഞാൻ പറയുന്നത് മാർക്കറ്റ് ബേസിലൊന്നുമല്ല, ഇങ്ങനെ എല്ലാം കുറച്ച് വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ അങ്ങനെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായി പ്ലേസ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കൂടി എല്ലാവരുടെയും കൂടെ മൊത്തത്തിലുള്ള ടോട്ടാലിറ്റിയിൽ അതങ്ങ് വർക്കായി മനസ്സായി എല്ലാവർക്കും നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ പ്രൊമോഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇന്ന് ഷോയ്ക്ക് പോകുമ്പോഴും എല്ലാം നമുക്ക് ആ വൈബ്, എല്ലാവർക്കും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം, അതിനെ കൂടുതൽ അങ്ങനെ നമുക്ക് പറയാം. ഭയങ്കര ബൗണ്ടറീസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞില്ലേ, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാ കിടക്കുന്നത് അങ്ങോട്ട്. അതുകൊണ്ട് അതില് വിട്ടു പോയിട്ടില്ല. ഇന്നിപ്പോ കുട്ടേട്ടൻ ചിലപ്പോ നമ്മള് തമാശ ഇവര് തമാശക്ക് പറഞ്ഞ ഞാൻ ആദ്യമൊക്കെ ഓർത്ത് കുട്ടേട്ടൻ ചേർവാരി തലക്കെട്ടി. ഞാൻ ഒരു ദിവസം ഞാൻ വഴക്ക് പറഞ്ഞു, ഞാൻ ഇത് കൺട്രോളിൽ വേണം. കുട്ടേട്ടൻ ചിലപ്പോ എന്നൊക്കെ പറഞ്ഞു. അവസാനം കുട്ടേട്ടൻ പറഞ്ഞു, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ വളർത്താൻ. പിന്നെ ആ ഷോട്ട് കണ്ടപ്പോ വീടിന്റെ മേലെ നിന്നുള്ള ഷോട്ട് കണ്ടപ്പോ ഞാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പോകാം അവിടെ നിന്ന് കാണാൻ വേണ്ടിട്ട്. അത്രയും ഇതായി പോയി നമുക്ക് അവിടെ. നല്ല രസമുള്ള കുറെ ഓർമ്മയുണ്ട് ആ സ്പേസിൽ. പിന്നെ ഇവർ ഈ സീനിയോറിറ്റി ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവൂലേ?
പൊന്നമ്മ ചേച്ചിയൊക്കെ അല്ലേ? നിൽക്കുമ്പോ സീനിയർ ആയിട്ട് നിൽക്കുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഒരേ ഒരു തട്ടിലേക്ക് എടുത്തു വെക്കാനുള്ള ഒരു അങ്ങനെ ഒന്നും അവിടെ കാണിച്ചിട്ടില്ല, ഒരു സിനിമ ആരും കാണിച്ചിട്ടില്ല. അല്ല മുത്തേ, അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾക്ക് ഭയമാകും. അങ്ങനെ കാണിക്കില്ലല്ലോ, നിങ്ങളുടെ കൂടെ ഇല്ല നമ്മൾ നിൽക്കുന്ന ചില്ലായിട്ട്. അപ്പൊ പക്ഷെ അതിന് അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ്. എല്ലാവരും നല്ല രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് കവി ഉദ്ദേശിച്ചത്. തന്നെ എന്തായാലും മലയാള സിനിമ ഒരു കണ്ടന്റ് ഡ്രിവൺ ഇൻഡസ്ട്രി എന്നാണ് എല്ലാ കാലത്തും പറയാറുള്ളത്. അപ്പോൾ ഈ സിനിമയും അങ്ങനെ ഒരു മുൻനിര താരങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് അഭിനേതാക്കളുടെ ഒരു കളക്റ്റീവിൻ്റെ ഒരു ഭയങ്കര ഹ്യൂജ് സക്സസ്സിലേക്ക് വർഷാവസാനം എത്തിക്കുകയാണ്. ഇപ്പം എന്തായാലും റൈഫിൾ ക്ലബ്ബ് ടീമിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.